ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് അന്തർദേശീയ സംഘടനകൾ എന്ന ടോപ്പിക്കാണ്. സിലബസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അന്തർദേശീയ സംഘടനകൾ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. UN പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകളൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതുപോലെ WTO വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇത് ഞാനിന്ന് എടുക്കുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്റർ, അന്തർദേശീയ സംഘടനകൾ എന്ന് തന്നെയാണ് ചാപ്റ്ററിൻ്റെ പേര്. അതാണ് എടുക്കുന്നത്. നമുക്ക് നോക്കാം. ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് എന്തിനാണ് അന്തർദേശീയ സംഘടനകൾ എന്നുള്ളതാണ്. എന്തിനാണ് അന്തർദേശീയ സംഘടനകൾ? അന്തർദേശീയ തലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ലോകരാജ്യങ്ങൾ തമ്മിൽ ഉള്ള രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗത്തെ സഹകരണം പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി രൂപീകരിച്ചതാണ് അന്തർദേശീയ സംഘടനകൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ഐക്യരാഷ്ട്ര സംഘടന ഇതിൽ പ്രധാനമാണ്. നമുക്ക് ഈ ചാപ്റ്ററിനകത്തിലും പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് UNOയെ പറ്റി തന്നെയാണ്. PSC കൂടുതൽ സ്റ്റേറ്റ്മെൻ്റായിട്ട് ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതും UNOയെ പറ്റി തന്നെയാണ്. അപ്പോൾ അന്തർദേശീയ സംഘടനകൾ എന്തിനാണ്? അന്തർദേശീയ തലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ലോകരാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗത്തെ സഹകരണം പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. അന്തർദേശീയ സംഘടനകൾ ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. അന്തർദേശീയ സംഘടനകളെ രണ്ടായിട്ട് തരംതിരിക്കുക. അന്തർ ഗവൺമെൻറ് സംഘടനകൾ, ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനും അതുപോലെ ഗവൺമെൻറ് ഇതര സംഘടനകൾ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, അങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുക. അന്തർ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, അന്തർ ഗവൺമെൻറ് സംഘടനകൾ, അതിൻ്റെ ഉദാഹരണമാണ് UNO എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഇതര സംഘടനകൾ അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ്റെ ഉദാഹരണമാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ഇനി നോക്കുന്നത് അന്തർദേശീയ സംഘടനകളുടെ ആവശ്യകതയെ പറ്റിയാണ്. ഒരു രാജ്യത്തിന് തനിയെ പരിഹരിക്കാൻ കഴിയാതെ വരുന്ന പല പ്രശ്നങ്ങൾക്കും രാജ്യങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ പരിഹാരം കണ്ടെത്താൻ പറ്റും. ഇത്തരം കാര്യങ്ങളിൽ അന്തർദേശീയ സംഘടനകൾ ഗുണകരമാണ്. ഉദാഹരണത്തിന് ആഗോളതാപനം ചെറുക്കൽ, പകർച്ചവ്യാധികളെ പ്രതിരോധിക്കൽ തുടങ്ങിയവ. അത് ഒരു രാജ്യം തനിയെ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അന്തർദേശീയ സംഘടനകൾ ഇതിന് സഹായമാണ്. രാജ്യങ്ങൾ തമ്മിലുണ്ടാവുന്ന തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ അന്തർദേശീയ സംഘടനകൾ സഹായകമാണ്. ഓരോ രാജ്യവും തമ്മിലുള്ള സഹകരണത്തെ തുടർന്ന് ഉണ്ടാകുന്ന ആശയങ്ങളും വിവരങ്ങളും വ്യവസ്ഥകളും രൂപപ്പെടുത്താൻ ഒരു അന്തർദേശീയ സംഘടന ഉണ്ടാവുന്നതാണ് നല്ലത്. ചെലവുകളുടെയും നേട്ടങ്ങളുടെയും പങ്കുവെക്കലുകൾ രാജ്യങ്ങൾ തമ്മിൽ തുല്യമായി വീതിക്കപ്പെടുന്നുവെന്നും തുടർന്നുള്ള വ്യവസ്ഥകൾ അംഗരാജ്യങ്ങൾ പാലിക്കുന്നുവെന്നും ഉറപ്പുവരുത്താനും അന്തർദേശീയ സംഘടനകൾക്ക് സാധിക്കുന്നു. യുദ്ധങ്ങളെല്ലാം ഉണ്ടായത് അങ്ങനെയാണല്ലോ. 1ാം ലോക മഹായുദ്ധമാണെങ്കിലും 2ാം ലോക മഹായുദ്ധമാണെങ്കിലും നമ്മൾ പഠിച്ചിരുന്നു. രാജ്യങ്ങൾ തമ്മിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ് യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന സൃഷ്ടിച്ചത് മാനവികതയെ സ്വർഗത്തിലേക്ക് നയിക്കാനല്ല, അതിനെ നരകത്തിൽ നിന്നും രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞത് UN സെക്രട്ടറി ആയിരുന്ന ഡാഗ് ഹാമർസ്കോൾഡ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന സൃഷ്ടിച്ചത് മാനവികതയെ സ്വർഗത്തിലേക്ക് നയിക്കാനല്ല, അതിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞത്. ഇനി നോക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിണാമമാണ്. 1ാം ലോക യുദ്ധാനന്തരം രൂപീകരിച്ച സർവ്വരാജ്യ സഖ്യം ലീഗ് ഓഫ് നേഷൻസ് പരാജയമായി പോയി. നമ്മൾ നോക്കിയതാണ്. 2ാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകത്തെ നയിച്ചു. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ യുദ്ധം ഒഴിവാക്കാനും ലോകസമാധാനത്തിനും വേണ്ടി യത്നിക്കുവാനും ലോകജനത ആഗ്രഹിച്ചു. അങ്ങനെ 2ാം ലോക യുദ്ധകാലത്ത് രാഷ്ട്ര നേതാക്കന്മാർ തമ്മിൽ നടന്ന ചർച്ചകളും കൂടിയാലോചനകളും യുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇനി UNO അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചതെന്നാണ്? 1945 ഒക്ടോബർ 24
ഈ ഐക്യരാഷ്ട്രസഭയുടെ ഭരണഘടന എങ്ങനെയാണ് അറിയപ്പെടുന്നത്? UN ചാർട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. UN ചാർട്ടർ നിലവിൽ വരുന്നതും 1945 ഒക്ടോബർ 24-നാണ്. 51 അംഗരാജ്യങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. UNOയിൽ ആദ്യമായിട്ട് അംഗത്വം എടുത്തത് 51 രാജ്യങ്ങളായിരുന്നു. അന്നു മുതൽ എല്ലാ വർഷവും ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സഭാ ദിനമായി ആചരിച്ചു വരുന്നു. ഇതിൻ്റെ സ്ഥിരം ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. ഇനി ഐക്യരാഷ്ട്ര സംഘടന എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് നോക്കുന്നത്. 1941 ഓഗസ്റ്റിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലും അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെക്കുന്നത് എന്നാണ്? 1941 ഓഗസ്റ്റിലാണ്. 1941 അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെക്കുന്നത്. ആരൊക്കെ ചേർന്നാണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലും അതുപോലെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും ചേർന്നാണ് അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെക്കുന്നത്. ഇനി 1942 ജനുവരി 26 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന് അച്ചുതണ്ട് ശക്തികൾക്കെതിരെ തുടർന്നും പൊരുതുമെന്ന പ്രതിജ്ഞയും അറ്റ്ലാന്റിക് ചാർട്ടറിന് പിന്തുണയും പ്രഖ്യാപിച്ചു. അപ്പോൾ 1942 ജനുവരിയിലാണ് 26 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന് അച്ചുതണ്ട് ശക്തികൾക്കെതിരെ തുടർന്നും പൊരുതുമെന്നും അതുപോലെ അറ്റ്ലാന്റിക് ചാർട്ടറിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഈ യോഗത്തിൽ ആണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന വാക്ക് ഉപയോഗിച്ചത്. ഐക്യരാഷ്ട്ര സംഘടന എന്ന വാക്ക് ഉപയോഗിച്ചത് ആരാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. അപ്പോൾ ഈ 26 രാഷ്ട്രങ്ങൾ പ്രതിനിധികൾ ചേർന്ന അച്ചുതണ്ട് ശക്തികൾക്കെതിരെ തുടർന്നും പൊരുതുമെന്ന് പറഞ്ഞു. അച്ചുതണ്ട് ശക്തികൾ ആരൊക്കെയായിരുന്നു? രണ്ടാം ലോക മഹായുദ്ധത്തിലെ അച്ചുതണ്ട് ശക്തികൾ അല്ലെങ്കിൽ ആക്സിസ് പവേഴ്സ് ആരൊക്കെയായിരുന്നു? ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. അപ്പോൾ അത് നമ്മൾക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ കൂലി വർക്കർ എക്സാമിന് ചോദിച്ചതാണ്. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഇനി 1943 ഡിസംബർ അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്നുള്ള ടെഹ്റാൻ കോൺഫറൻസിൽ അന്താരാഷ്ട്ര സംഘടന രൂപീകരിക്കാനുള്ള പ്രഖ്യാപനം നടന്നു. അപ്പോൾ ടെഹ്റാൻ കോൺഫറൻസ് ആരൊക്കെ ചേർന്നാണ്? അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ. അപ്പം ടെഹ്റാൻ കോൺഫറൻസ് നടക്കുന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1943 ഡിസംബറിലാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമ്മേളനമാണ് യാൾട്ട സമ്മേളനം. യാൾട്ട സമ്മേളനം 1945 ഫെബ്രുവരിയിലാണ് നടക്കുന്നത്. ആരൊക്കെയായിരുന്നു? ചർച്ചിൽ, റൂസ്വെൽറ്റ്, സ്റ്റാലിൻ എന്നീ നേതാക്കൾ ഐക്യരാഷ്ട്ര സംഘടനയെ ഒരു ലോക സംഘടനയാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടു. തുടർന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ സമ്മേളനങ്ങൾ നടക്കുകയും ചെയ്തു. പിന്നീട് സാൻ ഫ്രാൻസിസ്കോയിലെ സമ്മേളനങ്ങൾ നടന്നു. ഇനി 1945 ജൂൺ 26 എന്ത് സംഭവിച്ചു? സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസ് 51 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാനുള്ള ചാർട്ടറിൽ ഒപ്പുവെക്കുകയാണ്. 51 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാനുള്ള ചാർട്ടറിൽ ഒപ്പുവെച്ചത് എന്നാണ്? 1945 ജൂൺ 26-നാണ്. അങ്ങനെ 1945 ഒക്ടോബർ 24-ന് എന്താണ്? ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വരികയാണ്. 1945 ഒക്ടോബർ 30-ന് ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമാവുകയും ചെയ്തു. ഇന്ത്യ അംഗമായത് ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ്. 1945 ഒക്ടോബർ 30-നാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യ അംഗമാവുന്നത്. ഇനി നീല പശ്ചാത്തലത്തിൽ വെളുപ്പ് നിറത്തിലാണ് UN പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. നീല പശ്ചാത്തലത്തിൽ വെളുപ്പ് നിറത്തിലാണ് UN പതാക രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇരുവശങ്ങളിലും ഒലിവ് ഇലകളോട് കൂടിയ ലോക ഭൂപടമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോഗോ എന്ന് പറയുന്നത്. ഒലിവ് ഇലകളാണ് രണ്ട് വശത്തായിട്ട് കാണുന്നത്. 1947 ഒക്ടോബർ 20-നാണ് UN പതാക പൊതുസഭ അംഗീകരിച്ചത്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. 1947 ഒക്ടോബർ 20-നാണ് UN പതാക പൊതുസഭ അംഗീകരിച്ചത്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ആദ്യം രൂപം കൊള്ളുമ്പോൾ 51 അംഗരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 193 ആണ്. 193 അംഗരാജ്യങ്ങളാണ് ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉള്ളത്. ഇനി നോക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളാണ്.
ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വിവിധ ഘടകങ്ങൾ നിലവിലുണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. പൊതുസഭ അല്ലെങ്കിൽ ജനറൽ അസംബ്ലി, സുരക്ഷാ സമിതി അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിൽ, സാമ്പത്തിക സാമൂഹ്യ സമിതി അല്ലെങ്കിൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, പരിരക്ഷണ സമിതി, സെക്രട്ടേറിയറ്റ്. ഇത്രയുമാണ് ഘടകങ്ങൾ, യുഎൻഒയുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുസഭ, സുരക്ഷാ സമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, പരിരക്ഷണ സമിതി, സെക്രട്ടേറിയറ്റ്. ഇനി പൊതുസഭയാണ് ആദ്യം നോക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗങ്ങളായ എല്ലാ രാജ്യങ്ങളും പൊതുസഭയിൽ അംഗങ്ങളാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗങ്ങളായ എല്ലാ രാജ്യങ്ങളും പൊതുസഭയിലും അംഗങ്ങളാണ്. അംഗരാജ്യങ്ങൾക്കെല്ലാം പൊതുസഭയിൽ തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. എല്ലാ രാജ്യങ്ങൾക്കും പൊതുസഭയിലേക്ക് 5 അംഗങ്ങളെ അയക്കാമെങ്കിലും ഒരു അംഗത്തിന് മാത്രമേ വോട്ട് ചെയ്യാനായിട്ട് കഴിയൂ. എല്ലാ രാജ്യങ്ങൾക്കും പൊതുസഭയിലേക്ക് 5 അംഗങ്ങളെ വീതം അയക്കാം. പക്ഷേ വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശമുള്ളത് ഒരാൾക്ക് മാത്രമേ കാണൂ. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ ബജറ്റിൻ്റെ നിയന്ത്രണം പൊതുസഭയ്ക്കാണ്. ബജറ്റിൻ്റെ നിയന്ത്രണം ഉള്ളത് പൊതുസഭയ്ക്കാണ്. എല്ലാ വർഷവും സെപ്റ്റംബറിൽ പൊതുസഭയുടെ വാർഷിക സമ്മേളനം നടക്കും. അപ്പോൾ പൊതുസഭയുടെ വാർഷിക സമ്മേളനം നടക്കുന്നത് എല്ലാ വർഷവും എന്നാണ്? ഏത് മാസമാണ്? സെപ്റ്റംബറിലാണ്. ലോക പാർലമെൻറ്റ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ലോക പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പൊതുസഭയാണ്. ഇനി ഇപ്പോഴത്തെ അംഗസംഖ്യ 193 ആണ്. എല്ലാ സംഘടനയിൽ അംഗമായ എല്ലാവരും പൊതുസഭയിലും അംഗമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ 193 രാജ്യങ്ങളാണുള്ളത്. ആ 193 രാജ്യങ്ങളും 193 അംഗങ്ങളും പൊതുസഭയിലുണ്ട്. ഇനി സുരക്ഷാ സമിതിയാണ് സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അംഗസംഖ്യ എന്ന് പറയുന്നത് 15 ആണ്. 5 സ്ഥിര അംഗങ്ങളും 10 താൽക്കാലിക അംഗങ്ങളുമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിലുള്ളത്. സുരക്ഷാ സമിതിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 5 സ്ഥിര അംഗങ്ങളും 10 താൽക്കാലിക അംഗങ്ങളുമാണ്. ടോട്ടൽ 15 പേരാണ്. 5 സ്ഥിര അംഗങ്ങൾ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളാണ്. അപ്പോൾ സുരക്ഷാ സമിതിയിൽ 5 പെർമനൻറ്റ് മെമ്പേഴ്സാണ് ഉള്ളതെന്ന് പറഞ്ഞു. അത് ആരൊക്കെയാണ്? അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും ചൈനയുമാണ്. ഇനി സ്ഥിര അംഗങ്ങൾക്ക് സംഘടനയിൽ വീറ്റോ അധികാരമുണ്ട്. സ്ഥിര അംഗങ്ങൾക്ക് വീറ്റോ അധികാരമുണ്ട്. സ്ഥിര അംഗങ്ങൾ മുഴുവനും അനുകൂലിച്ച് വോട്ട് ചെയ്താൽ മാത്രമേ കൗൺസിലിൽ പ്രമേയങ്ങൾ പാസ്സാവുകയുള്ളൂ. ഇതിലേതേലും ഒരു രാജ്യം വോട്ട് ചെയ്തില്ലെങ്കിൽ ആ ഒരു പ്രമേയം പാസ്സാകത്തില്ല. താൽക്കാലിക അംഗങ്ങൾ പൊതുസഭയിലെ 2/3 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് 2/3 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ്. അപ്പോൾ മൊത്തം 10 പേരാണ് താൽക്കാലിക അംഗങ്ങൾ എന്ന് പറഞ്ഞു. അവരെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? പൊതുസഭയിലെ 2/3 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ്. 2 വർഷമാണ് താൽക്കാലിക അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഇനി സുരക്ഷാ സമിതിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുക, ആയുധ നിയന്ത്രണ ഉടമ്പടികൾ ആസൂത്രണം ചെയ്യുക, അക്രമങ്ങൾക്ക് എതിരെ ഉപരോധവും സൈനിക നടപടിയും സ്വീകരിക്കുക, പുതിയ അംഗങ്ങളെ സ്വീകരിക്കാൻ ശുപാർശ ചെയ്യുക, സെക്രട്ടറി ജനറലിൻ്റെ നിയമനം സംബന്ധിച്ച് പൊതുസഭയ്ക്ക് ശുപാർശ നൽകുക. സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് സംബന്ധിച്ചുള്ള ശുപാർശ നൽകുന്നത് ആരാണ്? സുരക്ഷാ സമിതിയിലെ അംഗങ്ങളാണ്. 2011 ജനുവരി 1 മുതൽ 2012 ഡിസംബർ 31 വരെ ഇന്ത്യ രക്ഷാ സമിതിയിൽ അംഗമായിരുന്നു. സുരക്ഷാ സമിതിയിൽ അംഗമായിരുന്നു ഇന്ത്യ. 2011 ജനുവരി 1 മുതൽ 2012 ഡിസംബർ 31 വരെ. ഇനി സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. 3 വർഷ കാലാവധിക്ക് തിരഞ്ഞെടുക്കുന്ന 54 അംഗസമിതിയാണ് സാമ്പത്തിക സാമൂഹിക സമിതി എന്ന് പറയുന്നത്. 54 അംഗസമിതിയാണ്. 54 അംഗങ്ങളാണ് ഉണ്ടാവുക. അവരെ 3 വർഷ കാലാവധിയിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 1/3 ഭാഗം വർഷം തോറും റിട്ടയർ ചെയ്തുകൊണ്ടിരിക്കും. 1/3 ഭാഗം വർഷം തോറും റിട്ടയർ ചെയ്യുന്നു. അന്താരാഷ്ട്ര സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയാണ് ഈ സമിതിയുടെ ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക സാമൂഹിക സമിതി എന്തിനാണ്? അന്താരാഷ്ട്ര സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് സമിതിയുടെ ചുമതല. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്
ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയും സുരക്ഷാ സമിതിയും കൂടിയാണ് ഇതിലേക്ക് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ഒരു അംഗരാജ്യത്തിൽ നിന്ന് 2 ജഡ്ജിമാർ ഉണ്ടാകാനായിട്ട് പാടില്ല. ഒരു അംഗരാജ്യത്തിൽ നിന്ന് 2 ജഡ്ജിമാരെ ഉണ്ടാകാൻ പാടില്ല. 9 വർഷമാണ് ജഡ്ജിമാരുടെ കാലാവധി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധി എന്ന് പറയുന്നത് 9 വർഷമാണ്. രാജ്യങ്ങളാണ് കക്ഷികളായി കോടതിയെ സമീപിക്കുന്നത്. കക്ഷികളായിട്ട് സമീപിക്കുന്നത് രാജ്യങ്ങളായിരിക്കും. അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥകൾ, ഉടമ്പടി തർക്കങ്ങൾ എന്നിവയെ സംബന്ധിച്ച് കോടതി തീർപ്പ് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ഔദ്യോഗിക ഭാഷകൾ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ഭാഷകൾ ഏതൊക്കെയാണ്? ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. അങ്ങനെയാണെങ്കിൽ UNOയ്ക്ക് എത്ര ഔദ്യോഗിക ഭാഷകളാണുള്ളത്? 6 ഔദ്യോഗിക ഭാഷകളാണ് ഉള്ളത്. ഏതൊക്കെയാണത്? ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, ചൈനീസ്, അറബിക്, സ്പാനിഷ്. അങ്ങനെ 6 എണ്ണമാണ് ഉള്ളത്. 6 ഔദ്യോഗിക ഭാഷയാണ് UNOയ്ക്ക് ഉള്ളത്. കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ഭാഷകൾ ഏതൊക്കെയാണ്? ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. നെതർലാൻഡ്സിലെ ഹേഗ് ആണ് ഇതിൻ്റെ ആസ്ഥാനം. ആസ്ഥാനം എവിടെയാണ്? നെതർലൻഡ്സിലാണ്. ഹേഗ് ആണ് ആസ്ഥാനം. ഇനി പരിരക്ഷണ സമിതി, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. പരിരക്ഷണ സമിതിയുടെ പ്രവർത്തനം 1994 മുതൽ നിശ്ചല അവസ്ഥയിലാണ്. പൂർണ്ണമായും സ്വയംഭരണ അവകാശം നേടിയിട്ടില്ലാത്ത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അവസാന UN ഭരണപ്രദേശമായ പലാവു 1994 സ്വതന്ത്രമായതോടെ ഇതിൻ്റെ പ്രവർത്തനം ഇല്ലാതെയാവുകയാണ് ചെയ്തത്. ഇനി അടുത്തത് സെക്രട്ടേറിയറ്റ് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഭരണനിർവഹണ കാര്യാലയമാണ് സെക്രട്ടേറിയറ്റ്. പ്രധാന ഭരണനിർവഹണ കാര്യാലയം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടേറിയറ്റ് ആണ്. സെക്രട്ടറി ജനറലാണ് സെക്രട്ടേറിയറ്റിൻ്റെ തലവന്. സുരക്ഷാ സമിതിയുടെ നിർദ്ദേശപ്രകാരം പൊതുസഭയാണ് സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത്. സുരക്ഷാ സമിതിയുടെ നിർദ്ദേശപ്രകാരം പൊതുസഭയാണ് സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത്. 5 വർഷമാണ് സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി. സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. കാലാവധി പൂർത്തിയായാൽ വീണ്ടും ഈ സ്ഥാനത്ത് നിയമിക്കപ്പെടാൻ ഇദ്ദേഹം അർഹനാണ്. വീണ്ടും നിയമിക്കപ്പെടാം. സുരക്ഷാ സമിതിയിലെ സ്ഥിര അംഗമായ രാജ്യത്തെ പൗരന് സെക്രട്ടറി ജനറലായി മത്സരിക്കുവാനായിട്ട് സാധ്യമല്ല. സുരക്ഷാ സമിതിയിലെ സ്ഥിര അംഗമായ രാജ്യത്തെ പൗരൻ എന്താണ്? സെക്രട്ടറി ജനറലായിട്ട് മത്സരിക്കാൻ സാധ്യമല്ല. സുരക്ഷാ സമിതിയിൽ 5 സ്ഥിര അംഗങ്ങളല്ലേ ഉള്ളത്. അവിടുത്തെ പൗരന് സെക്രട്ടറി ജനറലായിട്ട് മത്സരിക്കുവാൻ സാധ്യമല്ല. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ദക്ഷിണ കൊറിയക്കാരനായിട്ടുള്ള ബാൻ കി മൂൺ ആണ്. ഇത് അന്നത്തേതാണ്. ഇപ്പോൾ ആരാണ് ശരിക്കും? ബാൻ കി മൂണിന് ശേഷം ആരാണ് വന്നിട്ടുള്ളത്? പോർച്ചുഗലിൻ്റെ അന്റോണിയോ ഗുട്ടറസ് ആണ്. 2017 മുതൽ അദ്ദേഹമാണ് UN സെക്രട്ടറി ജനറൽ. ബാൻ കി മൂൺ 2016 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി സെക്രട്ടറി ജനറൽമാരും കാലവും ആ ഒരു ഓർഡറാണ് പഠിക്കുന്നത്. ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? ട്രിഗ്വേലി ആയിരുന്നു. അദ്ദേഹം നോർവേക്കാരനായിരുന്നു. 46 മുതൽ 52 വരെയാണ് കാലാവധി. ഇനി ഡാഗ് ഹാർമസ് കോൾഡ്, ഇദ്ദേഹം സ്വീഡൻകാരനാണ്. 53 മുതൽ 61 വരെയാണ് കാലാവധി. ഇദ്ദേഹത്തിൻ്റെ ഒരു കോഴ്സാണ് നമ്മൾ പഠിച്ചത്. ഇനി യു താന്ത് മ്യാൻമറാണ്. 61 മുതൽ 71 കാലഘട്ടമാണ്. ഇനി 4ാമത്തെ ആരാണ്? കുർട്ട് വാർട്ട് ഹൈമാണ്. ഓസ്ട്രിയയാണ് രാജ്യം. 1972 മുതൽ 1981 വരെയാണ് കാലഘട്ടം. ഇനി 5ാമത്തേത് ജാബിയർ പെരസ് ഡി ക്വയറാണ്. പെറുവാണ് രാജ്യം. 6ാമത്തെ ബുട്രോസ് ഖാലി, അദ്ദേഹം ഈജിപ്തുകാരനാണ്. 7ാമത്തെ ആളാണ് കോഫി അന്നന് ഖാന. പിന്നെ 8ാമത്തെ ആൾ ബാൻ കി മൂൺ, ദക്ഷിണ കൊറിയ. 2007 മുതൽ 2016 വരെയാണ് കാലഘട്ടം. പിന്നീട് 9ാമത്തെ സെക്രട്ടറി ജനറലാണ് ഇപ്പോൾ ഉള്ളത്. ആരാണ്? അന്റോണിയോ ഗുട്ടറസ്, പോർച്ചുഗലാണ്. 2017 മുതൽ അദ്ദേഹമാണ് സെക്രട്ടറി ജനറൽ. ഇനി നോക്കുന്നത് പ്രധാനപ്പെട്ട UN അനുബന്ധ ഏജൻസികളും അവയുടെ ആസ്ഥാനവുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? ഭക്ഷ്യ കാർഷിക സംഘടനയാണ് ആദ്യം നോക്കുന്നത്. FAO, ഭക്ഷ്യ കാർഷിക സംഘടന, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. ആസ്ഥാനം എവിടെയാണ്? റോമാണ് ആസ്ഥാനം. റോം ആസ്ഥാനമായിട്ടുള്ള ഒറ്റയൊരെണ്ണേ പഠിക്കാനുള്ളൂ, ഭക്ഷ്യ കാർഷിക സംഘടന. ഇത് സ്ഥാപിച്ചത് 1945-ലാണ്. ഇനി അടുത്തത് നോക്കുന്നത് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയാണ്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO വരുന്നത് 1946-ലാണ്. ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്. ILOയുടെ ആസ്ഥാനം ജനീവയാണ്. 1946-ലാണ് വരുന്നത്.
ഇനി യുനെസ്കോ ആസ്ഥാനം എവിടെയാണ്? പാരീസാണ്. യുനെസ്കോ രൂപീകരിച്ച വർഷം ഏതാണ്? 1946 ഇനി യുനെസ്കോയുടെ കൂടെ തന്നെ നമുക്ക് പഠിച്ചു വെക്കേണ്ടതാണ് യുനിസെഫ് രണ്ടും മാറിപ്പോകാറുണ്ടല്ലോ, ചിലർക്കെങ്കിലും മാറിപ്പോകാറുണ്ടായിരിക്കും. UN ശിശുനിധി യൂണിസെഫ് ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കാണ്. ശിശുനിധി യൂണിസെഫ് ആണെങ്കിൽ ആസ്ഥാനം ന്യൂയോർക്കാണ്. 1948 അപ്പോൾ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന അല്ലെങ്കിൽ യുനെസ്കോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പാരീസ് 1946, യൂണിസെഫിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്ക് 1948 വരുന്നത്. ഇനി അടുത്തത് ലോക ബാങ്ക് നോക്കണം. ലോക ബാങ്ക് എവിടെയാണ് ആസ്ഥാനം? വാഷിങ്ടൺ ആണ്. 1945 വരുന്നത്. ഇനി അടുത്തത് നോക്കുന്നത് അന്താരാഷ്ട്ര മാരിടൈം സംഘടന, അത് ലണ്ടനിലാണ് ആസ്ഥാനം. 1948 വരുന്നത്. ഇനി ലോകാരോഗ്യ സംഘടന WHO വരുന്നത് 1948 ജനീവയാണ് ആസ്ഥാനം. WHO അല്ലെങ്കിൽ ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. ഇനി അന്താരാഷ്ട്ര നാണയനിധി IMFിൻ്റെ ആസ്ഥാനവും വാഷിങ്ടൺ ആണ്. 1945 തന്നെയാണ് വരുന്നത്. അപ്പോൾ IMF ലോകബാങ്കും വരുന്നത് 1945 രണ്ടിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ ആണ്. ഇനി പറയുന്നത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA ആണ്. അത് വിയന്നയാണ് ആസ്ഥാനം. 1957 വരുന്നത്. ഇനി വ്യവസായ വികസന സംഘടന യുണിഡോ വരുന്നത് വിയന്നയിൽ തന്നെയാണ് ആസ്ഥാനം. 1967 ഇനി അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ ITU ജനീവയാണ് ആസ്ഥാനം. 1947 നിലവിൽ വരുന്നത്. ഇനി UN ശിശുനിധി യൂണിസെഫ് നമ്മൾ പറഞ്ഞു ന്യൂയോർക്കാണ് ആസ്ഥാനം. 1948 വരുന്നത്, നിലവിൽ വരുന്നത്. ലോക വ്യാപാര സംഘടന അല്ലെങ്കിൽ WTO ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. 1995 ജനീവയിലാണ് വരുന്നത്. ഇനി നോക്കുന്നത് ശീതസമരത്തിന് ശേഷമുള്ള ഐക്യരാഷ്ട്ര സംഘടന പരിഷ്കരണമാണ്. ശീതസമരം നമ്മൾ പഠിച്ചിരുന്നു. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയും റഷ്യയും തമ്മിലുള്ളതാണ് ശീതസമരം എന്ന് പറയുന്നത്. ശീതസമരം അവസാനിച്ചപ്പോൾ കാലഘട്ടത്തിലെ പുതിയ വെല്ലുവിളികളെ നേരിടാൻ തക്കതായ ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടറിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന ആവശ്യങ്ങൾ ഉയർന്നു. എന്നാൽ പരിഷ്കാരങ്ങൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ അഭിപ്രായ ഐക്യമുണ്ടായിരുന്നില്ല. പ്രധാനമായി 2 തരത്തിലുള്ള അടിസ്ഥാന പരിഷ്കാരങ്ങളാണ് നിർദ്ദേശിക്കപ്പെട്ടത്. എന്തൊക്കെയായിരുന്നു? സംഘടനയുടെ ഘടനയിലും പ്രവർത്തനങ്ങളിലുമുള്ള പരിഷ്കരണം, പിന്നീട് സംഘടനയുടെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പുനഃപരിശോധന. ഇത് രണ്ടുമായിരുന്നു ആവശ്യങ്ങൾ. ഇനി നോക്കുന്നത് സംഘടനയുടെ ഘടനയിലും പ്രവർത്തനങ്ങളിലുമുള്ള പരിഷ്കരണമാണ്. എന്തൊക്കെ പരിഷ്കരണങ്ങൾ വരുത്തി എന്നുള്ളതാണ്. സുരക്ഷാ സമിതിയുടെ പ്രവർത്തനങ്ങൾ പരിഷ്കരിക്കുകയും കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി സംഘടന വിപുലീകരിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമായും നിർദ്ദേശിക്കപ്പെട്ട ആവശ്യം. കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് സംഘടന വിപുലീകരിക്കണം എന്നുള്ള ആവശ്യമായിരുന്നു. അതുപോലെ സുരക്ഷാ സമിതിയിലെ സ്ഥിര അംഗത്വവും താൽക്കാലിക അംഗത്വവും സമകാലിക രാഷ്ട്രീയത്തിലെ ബലാബലങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതല്ല എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. പൊതുസഭയിൽ അംഗരാജ്യങ്ങളുടെ എണ്ണം കൂടിയിട്ടും അതിന് ആനുപാതികമായി സുരക്ഷാ സമിതിയിലെ അംഗസംഖ്യ ഉയർത്തിയിട്ടില്ല. അപ്പോൾ 5 പെർമനൻ്റ് ആയിട്ടുള്ള അംഗങ്ങളും അതുപോലെ 10 താൽക്കാലിക അംഗങ്ങളും തന്നെയാണ് തുടരുന്നത്. UN തീരുമാനങ്ങൾ പാശ്ചാത്യ സങ്കല്പങ്ങളെ മാത്രം പ്രതിഫലിപ്പിക്കുന്നതും അവയാൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണ്. 1992 UN പൊതുസഭ ഇത് സംബന്ധിച്ച ഒരു പ്രമേയം അംഗീകരിക്കുകയുണ്ടായി. പ്രമേയം ചൂണ്ടിക്കാണിച്ച പ്രധാന പരാതികൾ ഇവയാണ്. ഐക്യരാഷ്ട്ര സംഘടനയെ പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യം പരിഗണിച്ചുകൊണ്ട് 1997 തുടങ്ങിയ അന്വേഷണം സംഘടനയെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നും എങ്ങനെ പരിഷ്കരിക്കണമെന്നും നിർദ്ദേശിച്ചു. ഒരു പുതിയ അംഗത്തിന് ചില മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ യോഗ്യതകളും നിശ്ചയിച്ചു. അപ്പോൾ പ്രധാന യോഗ്യതകളാണ് ഇനി പറയുന്നത്. ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായിരിക്കണം, ഒരു പ്രധാന സൈനിക ശക്തിയായിരിക്കണം. അപ്പോൾ പുതിയ രാജ്യത്തിൻ്റെ യോഗ്യതകളാണ് പറയുന്നത്. UN ബജറ്റിലേക്ക് ഗണ്യമായ സംഭാവന നൽകുന്ന രാജ്യമാകണം. ജനസംഖ്യ അടിസ്ഥാനത്തിൽ വലിയ രാജ്യമായിരിക്കണം. അപ്പോൾ UN പുതുതായിട്ട് ചേരേണ്ട അംഗമാകേണ്ട രാജ്യം എന്ന് പറയുന്നത് ജനസംഖ്യ അടിസ്ഥാനത്തിൽ വലിയ രാജ്യമായിരിക്കണം. ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെ ആദരിക്കുന്ന രാജ്യമായിരിക്കണം. ഭൂമിശാസ്ത്രം, സംസ്കാരം, സാമ്പത്തിക വ്യവസ്ഥകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ വൈവിധ്യം സമിതിയിൽ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന രാജ്യമായിരിക്കണം. അപ്പോൾ ഇത്രയാണ് യോഗ്യത എന്ന് പറയുന്നത്. പ്രധാന സാമ്പത്തിക ശക്തിയായിരിക്കണം, സൈനിക ശക്തിയായിരിക്കണം. അതുപോലെ UN ബജറ്റിലേക്ക് ഗണ്യമായ സംഭാവന നൽകുന്ന രാജ്യമാകണം. ജനസംഖ്യ അടിസ്ഥാനത്തിൽ വലിയ രാജ്യമായിരിക്കണം. ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെ ആദരിക്കുന്ന രാജ്യമായിരിക്കണം.
ഭൂമിശാസ്ത്രം, സംസ്കാരം, സാമ്പത്തിക വ്യവസ്ഥകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ യോഗത്തിലെ വൈവിധ്യം സമിതിയിൽ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന രാജ്യമായിരിക്കണം. ഈ മാനദണ്ഡങ്ങളോട് സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായത്. ഓരോ രാജ്യവും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഇതിൽ കണ്ടെത്തി. എന്തായാലും ഈ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും കുറ്റമറ്റതല്ല എന്ന് വിലയിരുത്തപ്പെട്ടു. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ, സുരക്ഷാ സമിതിയിൽ അംഗത്വത്തിന് യോഗ്യത നേടാൻ എത്രമാത്രം സാമ്പത്തിക സൈനിക ശക്തി രാജ്യത്തിന് ഉണ്ടാവണം, UN ബജറ്റിലേക്ക് എത്ര സംഭാവന നൽകിയാൽ സുരക്ഷാ സമിതിയിൽ അംഗത്വം ലഭിക്കും, ജനസംഖ്യാ വർധനവ് ഒരു ആസ്തിയായിട്ട് കണക്കാക്കാമോ, ജനസംഖ്യാ വർധനവ് എന്നത് ഒരു ആസ്തിയായിട്ട് കണക്കാക്കാമോ, ഇന്നത്തെ കാലത്ത് ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളോടുള്ള ആദരവും എല്ലാ രാജ്യങ്ങളും പുലർത്തുന്നില്ലേ, അതുപോലെ പ്രാതിനിധ്യത്തിന് ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം വിഷയമാക്കേണ്ടത് ഉണ്ടോ, ലോകത്തെ നമുക്ക് സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ കഴിയുമോ, ഒരു രാജ്യത്തിന് അവരുടെ അതിരുകൾക്ക് ഉള്ളിൽ തന്നെ പല പല സാംസ്കാരിക ധാരകൾ ഉണ്ടാകില്ലേ എന്നീ പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസക്തമാണ്, ഓരോരുത്തരും ഉന്നയിച്ചു. അതുപോലെ വേറെ ഒന്ന് എന്താണ്, വീറ്റോ അധികാരം, അത് വേണമോ വേണ്ടയോ എന്നതാണ്. വീറ്റോ അധികാരം ജനാധിപത്യ വിരുദ്ധവും കാലഹരണപ്പെട്ടതുമാണ്. അതുകൊണ്ട് ഈ അധികാരം റദ്ദാക്കണമെന്ന വാദഗതികൾ ശക്തമാണ്. ചിലർ ഐക്യരാഷ്ട്ര സംഘടനയുടെ പരമാധികാര തുല്യത എന്ന ആശയത്തിനെതിരെയാണ് വീറ്റോ അധികാരം എന്നും വാദിക്കുന്നവരുണ്ട്. വീറ്റോ അധികാരം ഒരു നെഗറ്റീവ് വോട്ടാണ്. വീറ്റോ അധികാരം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വോട്ടാണ്. താൽക്കാലിക അംഗങ്ങൾക്ക് വീറ്റോ അധികാരം ഇല്ല. താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി 2 കൊല്ലമാണ്. 2 വർഷമാണ് താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി. 2 വർഷം പൂർത്തിയായ രാജ്യത്തിന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള അവകാശവുമില്ല. ഒരു സ്ഥിര അംഗം എതിരായി വോട്ട് ചെയ്താൽ സുരക്ഷാ സമിതിയിൽ ഒരു പ്രമേയവും പാസ്സാക്കുകയില്ല. 5 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം എതിരായിട്ട് വോട്ട് ചെയ്താൽ സുരക്ഷാ സമിതിയിൽ ഒരു പ്രമേയവും പാസ്സാവുകയില്ല. വീറ്റോ അധികാരം ഉപയോഗിച്ച് സ്ഥിര അംഗങ്ങൾക്ക് ഏത് തീരുമാനവും തടയാനായിട്ട് സാധിക്കുകയും ചെയ്യും. വൻ ശക്തികളുടെ, പ്രത്യേകിച്ച് സ്ഥിര അംഗങ്ങളുടെ എതിർപ്പ് മൂലം വീറ്റോ അധികാരം റദ്ദാക്കാനോ ഭേദഗതി ചെയ്യാനോ ഇതുവരെയും സാധിച്ചിട്ടില്ല. അപ്പോൾ എന്താണ്, സ്ഥിര അംഗങ്ങൾ അവരുടെ എതിർപ്പ് മൂലം വീറ്റോ അധികാരം റദ്ദാക്കാനായിട്ട് അല്ലെങ്കിൽ ഭേദഗതി ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഇതുവരെയും. സുരക്ഷാ സമിതിയിലെ ഇപ്പോഴത്തെ താൽക്കാലിക അംഗങ്ങളെ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 10 അംഗങ്ങളാണ്. അതിങ്ങനെ 2 വർഷം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ അധികാര പരിധിയാണ്. ശീതസമരം അവസാനിക്കുകയും അമേരിക്ക കരുത്തുറ്റ ശക്തിയായി മാറുകയും കാലാവസ്ഥാ വ്യതിയാനം, ഭീകരവാദം, സാംക്രമിക രോഗങ്ങൾ, വംശീയ പോരാട്ടങ്ങൾ, സുരക്ഷാ ഭീഷണികൾ തുടങ്ങിയ പുതിയ വെല്ലുവിളികൾ ഉയർന്ന സാഹചര്യത്തിൽ 60 വർഷം പൂർത്തിയായപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയെ കൂടുതൽ പ്രസക്തമാക്കുന്നതിന് അംഗരാജ്യങ്ങളിലെ നേതാക്കന്മാർ ഒന്നിച്ചു ചേർന്ന് ചില നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതെന്തൊക്കെയാണ് എന്നാണ് ഇനി നോക്കുന്നത്. ഒരു സമാധാന നിർമ്മാണ കമ്മീഷൻ രൂപീകരിക്കുക. പിന്നീട് ഭീകരവാദത്തെ അതിൻ്റെ എല്ലാ രൂപങ്ങളിലും ഭാവങ്ങളിലും അപലപിക്കുക. ദേശീയ ഗവൺമെൻറ്റുകൾ പൗരന്മാരെ ക്രൂരതകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ആ പൗരന്മാരുടെ ഉത്തരവാദിത്വം അന്തർദേശീയ സമൂഹം ഏറ്റെടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ്? ഒരു സമാധാന നിർമ്മാണ കമ്മീഷൻ രൂപീകരിക്കുക, പീസ് ബിൽഡിംഗ് കമ്മീഷൻ ഉണ്ടാക്കുക. ഭീകരവാദത്തെ അതിൻ്റെ എല്ലാ രൂപങ്ങളിലും ഭാവങ്ങളിലും അപലപിക്കുക. അതുപോലെ ദേശീയ ഗവൺമെൻറ്റുകൾ പൗരന്മാരെ ക്രൂരതകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ പൗരന്മാരെ എന്ത് ചെയ്യണം? ആ പൗരന്മാരുടെ ഉത്തരവാദിത്വം എന്താണ്? അന്തർദേശീയ സമൂഹം ഏറ്റെടുക്കണം. അതുപോലെ മനുഷ്യാവകാശ കൗൺസിൽ രൂപീകരിക്കുക, ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ രൂപീകരിക്കുക. ഒരു ജനാധിപത്യ ഫണ്ട് രൂപീകരിക്കുക. സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഉടമ്പടികൾ ഉണ്ടാക്കുക. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ അവസാനിപ്പിക്കുന്നതിൽ ധാരണയിലെത്തുക. ഈ തീരുമാനങ്ങളും വിരുദ്ധ അഭിപ്രായങ്ങൾ സൃഷ്ടിച്ചു. ഇനി നോക്കുന്നത് ഇന്ത്യയും ഐക്യരാഷ്ട്ര സംഘടനാ പരിഷ്കരണവുമാണ്. 1945 ഒക്ടോബർ 30 ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യ അംഗമായി എന്ന് പറഞ്ഞു. അതുമുതൽ സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്ന രാജ്യമാണ് ഇന്ത്യ. ഐക്യരാഷ്ട്ര സംഘടനയുടെ പുനഃസംഘടനയെ ഇന്ത്യ സജീവമായി പിന്തുണയ്ക്കുന്നുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ വികസനവും സഹകരണവും പരിപോഷിപ്പിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടനയുടെ പങ്കും അധികാര പരിധിയും വർദ്ധിപ്പിക്കണമെന്ന നിലപാടാണ് ഇന്ത്യക്കുമുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ മാറ്റം വരുത്തുന്നതിലാണ് ഇന്ത്യ മുഖ്യ പരിഗണന നൽകുന്നത്. സുരക്ഷാ സമിതിയുടെ ഘടന മാറ്റം വരുത്തണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. സ്ഥിര അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാണ് ഇന്ത്യ പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിലെ എണ്ണം വർദ്ധിച്ചപ്പോൾ അതിന്
ആനുപാതികമായി സുരക്ഷാ സമിതിയുടെ എണ്ണവും വർദ്ധിപ്പിക്കേണ്ടതാണ്. 1965 സുരക്ഷാ സമിതിയുടെ അംഗസംഖ്യ 11 നിന്ന് 15 വർദ്ധിപ്പിച്ചത്. ആദ്യം 11 ഉള്ളായിരുന്നു, അതിൽ നിന്ന് 15 വർദ്ധിപ്പിച്ചത് 1965. പക്ഷേ അപ്പോഴും സ്ഥിര അംഗങ്ങളുടെ എണ്ണം കൂട്ടിയില്ല. സ്ഥിര അംഗങ്ങളുടെ എണ്ണം അപ്പോഴും 5 തന്നെയാണ്, 5 തുടർന്നു. 193 അംഗസംഖ്യയാണ് ഇപ്പോഴുള്ളത്. 193 അംഗസംഖ്യയായ സ്ഥിതിക്ക് എല്ലാ പ്രദേശങ്ങൾക്കും പ്രാതിനിധ്യം ലഭിക്കുന്നതിന് സ്ഥിരാംഗങ്ങളുടെയും താൽക്കാലിക അംഗങ്ങളുടെയും എണ്ണം വർദ്ധിപ്പിക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. പുനഃസംഘടിപ്പിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒരു സ്ഥിരാംഗമാകുവാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് സ്ഥിര അംഗമാകണം എന്നുള്ളതുകൊണ്ടാണ് ഇതിൽ ഘടനയിൽ, സുരക്ഷാ സമിതിയുടെ ഘടനയിൽ മാറ്റം വരുത്തണം, 5 എന്നുള്ളത് കൂട്ടണമെന്ന് ഇന്ത്യ പറയുന്നത്. ഒരു സ്ഥിര അംഗത്തിന് വേണ്ട എല്ലാ യോഗ്യതയും ഇന്ത്യക്കുമുണ്ട്. ഉയർന്ന ജനസംഖ്യ, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, സംസ്കാരത്തിലെ വൈവിധ്യം തുടങ്ങിയ കാര്യങ്ങൾ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനുള്ള ഇന്ത്യയുടെ യോഗ്യതയായിട്ട് നമുക്ക് കണക്കാക്കാം. സുരക്ഷാ സമിതിയിൽ സ്ഥിര അംഗത്വം വേണമെന്നുള്ള ഇന്ത്യയുടെ അവകാശവാദത്തെ പല രാജ്യങ്ങളും ചോദ്യം ചെയ്യുന്നുണ്ട്. ആഫ്രിക്കയും തെക്കേ അമേരിക്കയും സുരക്ഷാ സമിതിയിൽ പ്രാതിനിധ്യമില്ലാത്തതും ഇന്ത്യ ആണവായുധ ശേഷി ഉള്ള രാജ്യമാണെന്നും അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ചൈന തുടങ്ങിയവരുടെ ശക്തമായ എതിർപ്പും ഇന്ത്യക്ക് സ്ഥിര അംഗത്വം കിട്ടുന്നത് തടസ്സമായിട്ട് നിൽക്കുകയാണ്. ചൈന ഇതിന് എതിരാണ്. ചൈന എന്ന് പറയുന്ന ഒരു സ്ഥിര അംഗത്വമുള്ള രാജ്യമാണ്. ചൈന എതിരാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഏകധ്രുവ ലോകത്തിലെ ഐക്യരാഷ്ട്ര സംഘടനയാണ്. ദ UN ഇൻ യൂണിപോളാർ വേൾഡ്. നമ്മൾ 2ാം ലോക മഹായുദ്ധമൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയനും അമേരിക്കയുമായി 2 ശക്തികൾ, പ്രധാന ശക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇരുധ്രുവ ലോകമെന്ന് അറിയപ്പെട്ടു. പിന്നീട് ശീതസമരമുണ്ടായി. പിന്നീട് ശീതസമരത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ്റെ പതനമാണ് നമ്മൾ പഠിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ പതനത്തോടെ ശീതസമരം ഇല്ലാതാവുകയും ലോകം ഇരുധ്രുവ ലോകത്തിൽ നിന്ന് ഏകധ്രുവ ലോകമായിട്ട് മാറുകയും ചെയ്തു. അമേരിക്കയുടെ മേധാവിത്വ ശക്തി നിയന്ത്രിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് സാധിക്കുമെന്നും അമേരിക്കൻ ഐക്യനാടുകളും ബാക്കിയുള്ള ലോകവും തമ്മിൽ ഒരു വിനിമയം നിലനിർത്താൻ UN സഹായകരമാവുമെന്നും ലോകം പ്രതീക്ഷിച്ചു. എന്നാൽ അമേരിക്കൻ മേധാവിത്വത്തെ നിയന്ത്രിക്കാൻ ഏകധ്രുവ ലോകക്രമത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കഴിഞ്ഞില്ല. കാരണങ്ങൾ അതാണ് ഇനി നോക്കുന്നത്. സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതോടെ അമേരിക്കൻ ലോകത്തിലെ ഏക മേധാശക്തിയായിട്ട് മാറി. അമേരിക്കയുടെ സൈനിക സാമ്പത്തിക ശക്തിയെ വെല്ലാൻ മറ്റു രാജ്യങ്ങൾക്ക് ശേഷിയില്ലാതെയായി. അതിനാൽ അമേരിക്കയ്ക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശങ്ങളെ അവഗണിക്കാൻ വേണ്ടി കഴിയും. ഐക്യരാഷ്ട്ര സംഘടനയ്ക്കുള്ളിൽ അമേരിക്കയ്ക്ക് മേൽക്കോയ്മയും സ്വാധീനവുമുണ്ട്. നമുക്കറിയാം, 5 സ്ഥിര അംഗത്വമുള്ള രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ വാർഷിക ബജറ്റിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രാജ്യവും അമേരിക്കയാണ്. ഐക്യരാഷ്ട്ര സംഘടനയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ ഏറിയ കൂറും അമേരിക്കക്കാരുമാണ്. വീറ്റോ അധികാരമുള്ള സ്ഥിര അംഗങ്ങളിൽ ഒരു രാജ്യമാണ് അമേരിക്ക. തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഉപകരണമായാണ് അമേരിക്ക ഐക്യരാഷ്ട്ര സംഘടനയെ കാണുന്നത്, UNOയെ കാണുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയെ ചില ചിന്തകന്മാർ കളിയാക്കി USO എന്ന് വിളിക്കാറുണ്ട്. USO എന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓർഗനൈസേഷൻ എന്ന് കളിയാക്കി വിളിക്കാറുണ്ട്. ഇത്രയും രാജ്യങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്താനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ശേഷി ഒന്ന് മാത്രമാണ് സംഘടനയ്ക്ക് അമേരിക്കയുടെ സ്വീകാര്യത ലഭ്യമാക്കിയത്. ഇനി നോക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രസക്തിയാണ്. റെലവൻസ് ഓഫ് UN. ഐക്യരാഷ്ട്ര സംഘടന കുറ്റമറ്റ സംഘടന അല്ലെങ്കിലും ഈ സംഘടന ഇല്ലാത്ത ലോകം കൂടുതൽ മോശമായിരിക്കും എന്നതിൽ തർക്കമില്ല. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒരുപാട് കുറ്റങ്ങളുണ്ട് അല്ലേ? അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. പക്ഷേ ഈ സംഘടന ഇല്ലാത്ത ലോകം എന്ന് പറയുന്നത് കൂടുതൽ മോശമായിരിക്കും. രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ആശ്രയത്വം, വർദ്ധിച്ചു വരുന്ന സാങ്കേതിക വിദ്യയുമൊക്കെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ജനപ്പെരുപ്പം, അഭയാർത്ഥി പ്രവാഹം, കുടിയേറ്റം, ഭീകരവാദം, മതമൗലികവാദം, കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം, പകർച്ചവ്യാധികൾ തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ലോകസമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവയെ നേരിടാൻ വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന ആവശ്യമാണ്.
യുദ്ധങ്ങളും സംഘർഷങ്ങളും അവസാനിപ്പിക്കുന്നതിന് രൂപം നൽകിയ സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. അതുകൊണ്ട് യുദ്ധങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്നിടത്തോളം ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രസക്തി ഉണ്ടാവും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.